ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കക്കിറച്ചി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മുടെ കണ്ണാപ്പി പറഞ്ഞ് വെച്ച് കാണിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾക്ക് ഇതേ കക്കിറച്ചി ഇതേ മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് ഞാൻ ഇതേ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല നമ്മുടെ വേവ് അനുസരിച്ചിട്ട് പലർക്കും പല വേവാണല്ലോ. ഉപ്പും അതൊക്കെ അനുസരിച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ ഇതേ ഇപ്പോൾ നമുക്കതിൻ്റെ എന്തൊക്കെ വേണ്ടതെന്ന് കാണിക്കണ്ടേ. അപ്പോൾ ഇതേ നാളികേരം കൊത്ത്, സവോള, ഇഞ്ചി പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേണം. പിന്നെ ഇതേ നമ്മൾക്കത് ചട്ടിയൊക്കെ ചൂടാക്കി നമുക്കിതേ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം നമ്മൾ നാളികേരം കൊത്തിട്ടതിന് ശേഷം നമ്മളെന്താ അത് ഇത്തിരി ഒന്ന് ഇളക്കി അതൊരു മൂപ്പ് ചെറിയൊരു കളർ മാറ്റം വരുമ്പോൾ നമ്മൾ സവോള ഇടണം. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സവോള ഇട്ട് വഴറ്റണം. സവോള നമ്മൾ എന്താ പറയുക ഇളക്കി വരുമ്പോൾ അത് ഇത്തിരി ഒന്ന് മൂപ്പ് അതായത് സവോളയുടെ ഒരു ഇത് വരുമ്പോൾ ചെറുതായൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. കാരണം സവോള പെട്ടെന്ന് വാടാൻ ഉപ്പ് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവോള അരിഞ്ഞ് വാട്ടുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. അങ്ങനെ സവോള ഇട്ട് കൊടുത്തു. ശേഷം ഇപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും. നിങ്ങൾ വെളുത്തുള്ളി ചേർക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ വെളുത്തുള്ളി ചേർക്കും. അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് വഴണ്ട് വരുമ്പോൾ നന്നായി ഇളക്കി അത് വഴറ്റിയെടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും നന്നായി ഇളക്കി അതിനോട് മിക്സ് ചെയ്ത് നന്നായി അതിൻ്റെ ഒരു പച്ച ഇതുണ്ട് അത് എന്താ പറയുക അതൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇടുക. അപ്പോൾ ആദ്യം ഞാൻ മല്ലിപ്പൊടി ഇട്ടു കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് അത് നന്നായി മൂത്ത് വരുമ്പോൾ മുളക് പൊടി ഇട്ടു. മുളക് പൊടി അതുപോലെ തന്നെ മൂത്ത് വരുമ്പോൾ നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയും ഇതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം കറുകപ്പട്ടയും ഈ എന്താ പറയുക മസാലക്കൂട്ടില്ലേ അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഗരം മസാലയുടെ, അതും ഇട്ടു. പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളകും പേസ്റ്റ് ഇടുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഈ കക്കയ്ക്ക് ചിലരുടെയൊക്കെ ഈ പച്ചക്കുമ്മലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ കക്കരച്ച് വയ്ക്കുമ്പോൾ എപ്പോഴും പച്ചമുളക് ഇഞ്ചിയും പേസ്റ്റ് ഇടുന്നത് നല്ലതാണ്. അതിനുശേഷം തക്കാളി നന്നായി ഇതിനോട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം കേട്ടോ. ഉടഞ്ഞ് ചേർക്കണം. ശരിക്കും പറഞ്ഞാൽ ഗ്രേവിയിലാണ് കക്കിറച്ചിയുടെ ഒരു രുചി ഇരിക്കുക. അപ്പോൾ ഞാൻ കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചാൽ കക്കിറച്ചി കേട്ടോ. അത് നമുക്കിതിൽ ഇടാറായി. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വാരിയിടുക. കക്ക കുറേശ്ശെ ആയിട്ട് ഇടണം കേട്ടോ. അപ്പോൾ കക്കിറച്ചിയിൽ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അത് ഇളക്കി ചേർത്തൊന്ന് അത് മൂടി വയ്ക്കുമ്പോൾ തന്നെ അതിൽ വെള്ളത്തിൻ്റെ ഒരു ഇത് വരും കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി ചേർക്കുക. നമ്മൾ വേവിക്ക് നന്നായി ഇളക്കി ചേർത്ത് ഒന്ന് അടച്ചു വയ്ക്കുക. നല്ല ചൂടോട് കൂടിയിട്ട് വേണം കേട്ടോ. ചൂട് കുറച്ചിടാൻ പാടില്ല. എന്നിട്ട് നമ്മളിത് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായി ഇതാക്കിയെടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കക്കിറച്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായി മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ചെറിയൊരു അംശം കക്കിറച്ചി നല്ലൊരു ഇതിൽ വരും കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് കക്കിറച്ചി വയ്ക്കാൻ അറിയില്ല എനിക്ക്. ഞാനിതുപോലെയൊക്കെ കേട്ടോ വയ്ക്കുക. എനിക്ക് മാത്രമല്ല നമ്മുടെ കണ്ണാപ്പിക്കും മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളിതുപോലെ വെച്ച് നോക്കൂ കേട്ടോ.
എങ്ങനെയുണ്ട്, രുചിയുണ്ടോയെന്ന് എന്നോട് പറഞ്ഞോളൂ. എന്തെങ്കിലും ഇതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. അപ്പം ഞാനും കൂടെ ഒന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കട്ടെ. പെട കക്കറിച്ചിട്ടാ, നിങ്ങൾ വെച്ച് നോക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും.